ഇറാൻ അമേരിക്ക യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ അത് രൂക്ഷമായ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഇറാന് പിന്തുണയുമായി പരസ്യ പിന്തുണയുമായി രംഗത്തെത്തിയ ഒരു രാജ്യം ഉത്തര കൊറിയയായിരുന്നു. ഉത്തര കൊറിയ പറഞ്ഞത് ഏത് സാഹചര്യത്തിലും ഇറാനെ സഹായിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നാണ്. അമേരിക്കയുടെ ഒരു സംശയവും അതുതന്നെയാണ്. ഉത്തര കൊറിയ വഴി ഇറാനിലേക്ക് അവരുടെ ആണവായുധം എത്തിക്കാൻ 72 മണിക്കൂറിൽ താഴെ മതിയാകും. അത്തരത്തിലൊരു നീക്കം നടത്തുന്നുണ്ടോ, ഇല്ലെങ്കിൽ ഉത്തര കൊറിയയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ ഇറാനിൽ എത്തുന്നുണ്ടോ എന്ന് സംശയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഉത്തര കൊറിയ ഒരു ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുന്നതായി ഇപ്പോൾ ജപ്പാനും ദക്ഷിണ കൊറിയയും സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കിഴക്കൻ കടലിൽ ആണ് ഉത്തര കൊറിയ ഒരു വലിയ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധസമാനമായ സാഹചര്യം നിൽക്കുന്നു. ഉത്തര കൊറിയ പരസ്യമായി ഇറാന് പിന്തുണ കൊടുക്കുന്നു. ഈ സാഹചര്യത്തിൽ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കുമുള്ള ഒരു വെല്ലുവിളിയായിട്ട് തന്നെ വേണം ഈ ഒരു ബാലിസ്റ്റിക് പരീക്ഷണത്തിനെ കാണാൻ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ജപ്പാനും ദക്ഷിണ കൊറിയയും എന്ന് പറയുന്നത് അമേരിക്കയുടെ സഖ്യകക്ഷി രാഷ്ട്രങ്ങളാണ്. ഈ രാഷ്ട്രങ്ങളാണ് ഇപ്പോൾ ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഇറാനെ പരമ്പരാഗതമായി പിന്തുണച്ചു വന്നിരുന്ന രാജ്യമാണ് ഉത്തര കൊറിയ. റഷ്യയുമായി നല്ല ബന്ധമുള്ള രാജ്യമാണ്, ചൈനയുമായി നല്ല ബന്ധമുള്ള രാജ്യമാണ്. ഇതിനിടയിൽ അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നത് മറ്റൊരു അച്ചുതണ്ട് ഈ മേഖലയിൽ രൂപപ്പെടുന്നുണ്ട്. അത് ഇറാൻ, ഉത്തര കൊറിയ, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്ന ഒരു അച്ചുതണ്ട് അമേരിക്കയ്ക്കെതിരെ രൂപപ്പെടുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഉത്തര കൊറിയ ഇത്ര പരസ്യമായിട്ടുള്ള പരീക്ഷണങ്ങളും മറ്റും നടത്തുന്നതെന്നാണ് അമേരിക്കയിലുള്ള ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.